ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കരുവാരക്കുണ്ടിലെ പുളിയങ്ങോട്ടെ പാപ്പാലിൽ വീട്ടിലാണ്. ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടിക്കൽ സ്റ്റോറിയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാലോ, നമ്മളിപ്പം സാധാരണ ഒരു മലയാളി ജീവിക്കുകയാണെങ്കിൽ എത്ര ജീവിക്കും? മാക്സിമം 60-70 അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ലൈഫ് സ്പാൻ ഉള്ളൂ. പക്ഷേ 113 വയസ്സ്, ഇപ്പം 112ാം ബർത്ത്ഡേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള പുളിയങ്ങോട്ടെ പാപ്പാലിൽ ഉതുപ്പങ്കിളുടെ ഭാര്യയായിട്ടുള്ള മറിയാമ്മയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ഞെട്ടിക്കൽ സ്റ്റോറി തന്നെയാണ്. 112ാമത്തെ ബർത്ത്ഡേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ഒരു നൂറ്റാണ്ടിൻ്റെ കഥ ചോദിച്ചറിയാനുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അമ്മേൻ്റെ അമ്മക്കായിട്ട് വരും. എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് മറിയാമ്മയെന്ന് കണ്ടിട്ട് വരാം, വാ. ഹലോ അമ്മച്ചി, ഞാൻ അക്കിയ. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മ. ഞാൻ 8ലാ പഠിക്കുന്നത്. ചായ കുടിച്ചോ നിങ്ങള്? അമ്മ ഫുള്ള് ചിരിയ. അമ്മക്ക് എത്ര വയസ്സായി? വയസ്സൊക്കെ 100 പറ്റല്ല, 100. ഒരു പാട്ട് പാടിത്തരുമോ? ആരും സഹായിക്കും ലോകം തുളയ്ക്കുക, ജീവൻ പോയിടുമ്പോ ആശ്രയമായി പാടി ഇങ്ങനെ. ആര് സഹായിക്കും ലോകം തുണയ്ക്കുമ്പോൾ എന്നുള്ള പാട്ടാണ് ഇപ്പം അമ്മ നമുക്ക് വേണ്ടി പാടി തന്നെ. നല്ല സുന്ദരമായിട്ട് പാടിയില്ലേ? പാട്ട് ഓരോ പാട്ടും ഇത് അമ്മേൻ്റെ ഏറ്റവും ചെറിയ പേരക്കുട്ടിയാണ്. അമ്മയുടെ അതേ ഫേസ് കട്ട് എടുത്തു വെച്ച പോലെ ഉണ്ട്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എന്നാ അവിടെ നിൽക്ക്, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായി വരാന്ന്. അമ്മ പറയുന്നത് അമ്മനെ ആരോ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അതിനെ കുറിച്ച് പറയാ. ഇതിരുന്ന വരാതെ നോക്കിച്ചിട്ടിരുന്നത് വെച്ച വീഴുമ്പോ കൈ കൊണ്ട് എടുത്തതാണ്. അപ്പം തന്നെ കടയിൽ അതല്ല, ആരും സഹായിക്കും ലോകം തുളയ്ക്കുക, ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. ആരും സഹായിക്കും ലോകം തുളയ്ക്കുക, ജീവൻ പോയിടുമ്പോൾ. ഭക്ഷണം കഴിക്കാറ്? 113 വയസ്സായിട്ടല്ലേ ഉള്ളൂ? ഇതാരാണ് അമ്മേ? ഇതാരാണ്? അകറ്റല്ല, പേരക്കുറ്റി. അയ്യോ, പേരക്കുറ്റി 5th ജനറേഷനിലുള്ള കുട്ടികളാട്ടോ ഇതൊക്കെ. എന്നെ വഴക്ക് പറയാണ് ഇത്ര ടൈറ്റിൽ ഉടുപ്പൊക്കെ ഇട്ടിട്ടേ.
ഇത് അമ്മേന്റെ ഇപ്പൊ മൂത്ത മകളാണ്. എന്താ സാറാമ്മല്ലേ? സാറാമ്മയാണിത്. അപ്പം ചേച്ചിയാണോ മൂത്തത്? ഞാനല്ല, എൻ്റെ മൂത്തൊന്നുണ്ടായിരുന്നു, അതൊരാണായിരുന്നു, അത് മരിച്ചു. പിന്നെ താഴെ ഒന്നുണ്ടായി, അതും മരിച്ചു. മൂന്നാമത്തെ ആളാണ്. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ. എത്ര വയസ്സായി? എനിക്ക് 83 വയസ്സായി. 83 വയസ്സായോ? എന്നാലും ഞാൻ അത്യാവശ്യം എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അടുക്കളയിൽ വെറൊരു നമ്പറാണല്ലേ? കാര്യങ്ങളും വെറും നമ്പറാണ് 83. അന്നാ പരമാവധി ഞാനും അങ്ങനെ. ഇവര് ശരിക്ക് അമ്മക്ക് 14 കുട്ടികളാണുള്ളത്. അതില് 3 പേരും ട്വിൻസ് ആണ്. ആ ട്വിൻസില് ഒരാളാണ്. എന്റെ അങ്കിളുടെ പേര് ഞാൻ റിട്ടയർ ചെയ്തു, പോലീസിലായിരുന്നു. അപ്പം ഇരട്ടക്കുട്ടികളിൽ ഇപ്പൊ വർഗീസ് ചേട്ടൻ. ഞാൻ എന്നെ ഉപേക്ഷിച്ചതാണ് ഒരു കണക്കില്. അപ്പൊ ഞാനായിരുന്നു അതിൽ ഏറ്റവും മോശമായ ആള്. ബാക്കിയുള്ളവരൊക്കെ ഈ 2 വീതം മരിക്കുക. അപ്പനൊരു പലകയിൽ ചുമന്നിട്ടാണ് പള്ളിയിൽ കൊണ്ടുപോയിരുന്നത്. അന്ന് കോഴിക്കോട് പ്രീസ്റ്റ് വരണമെങ്കിൽ. അന്ന് മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ഒരു പലകയില് ഈ 2 വീതം കൊണ്ടുപോയി ഒരു കുഴി കുഴിച്ച് അതിൽ കുഴിച്ചിട്ടിട്ട് പാട്ടും പാടി കൊണ്ട് പോരും. അപ്പൊ വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പനങ്ങനെ ഒന്നിനോട് ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ഒരു ദൈവവിശ്വാസിയായിരുന്നു. ദൈവം മീൻസ് ക്രൈസ്റ്റ് വിശ്വാസിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അപ്പന് ഇതിനെക്കുറിച്ച്, ഈ മരണത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ദൈവം അങ്ങനെ വരുത്തിയല്ലോ ഒരു ഒരു നിരാശയുടെ വാക്കുകളൊന്നും അപ്പൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പന് 100 കഴിഞ്ഞിട്ടാണ് മരിച്ചത്. ഞങ്ങളിപ്പോൾ എനിക്കിപ്പോൾ 71 കഴിഞ്ഞ് 72 കടന്നിരിക്കുന്നു. ഞാനാണ് മിഡിൽ മാൻ. ഇവരെ ഫാമിലി എല്ലാ ജനറേഷൻസും ഇതിലുണ്ട്. 2nd, 3rd, 4th, 5th ഒക്കെ ഇതിലുണ്ട്. സെക്കൻഡ് ജനറേഷനിൽ അമ്മയുടെ മക്കൾ 14 കുട്ടികൾ, അതിൽ 3 പേരക്കുട്ടികൾ, 3 ഇരട്ടക്കുട്ടികളുണ്ട്. പിന്നെ പേരക്കുട്ടികൾ 101 പേരക്കുട്ടികൾ, അവരെ മക്കൾ 12 മക്കളാണ്. അതിൽ കുറച്ച് പേരൊക്കെ ഇപ്പോൾ 2 പേരെ ഇവിടെ ഉള്ളൂ. കൊറോണയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് ചേരാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതാണ് അവരുടെ ഹാപ്പി ഫാമിലി. ഇത് അമ്മയുടെ മൂത്ത പേരക്കുട്ടി, പിന്നെ ഇത് അമ്മയുടെ ഏറ്റവും ഇളയ പേരക്കുട്ടി. അപ്പം ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ 60 വയസ്സ് വരെയാണ് ഇപ്പം ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു മലയാളീൻ്റെ. അമ്മയാണെങ്കിൽ 112 വയസ്സ് വരെ ജീവിച്ചല്ലോ. അത് ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പം അമ്മേൻ്റെ ഫുഡും അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? അമ്മ കൃത്യമായ ഒരു ഭക്ഷണ രീതിയാണ് അമ്മയ്ക്ക്. സമയത്ത് ചൂടുള്ള ഭക്ഷണം, അതുപോലെ കൃത്രിമാഹാരങ്ങളൊന്നും കഴിക്കില്ല. അതാണ് അമ്മയുടെ രീതി. പിന്നെ ആരും നിർബന്ധിച്ചാലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം അമ്മ കഴിക്കില്ല. അതൊക്കെയാണ് അമ്മയുടെ ചിട്ടയായ ജീവിതമാണ്. രാവിലെ പ്രഭാതത്തിൽ പ്രാർത്ഥന, അതുപോലെ തന്നെ എല്ലാ കൃത്യമായ രാവിലെയുള്ള കുളികൾ, അതെല്ലാം അമ്മയുടെ കൃത്യനിഷ്ഠയുടെ ഭാഗങ്ങളാണ്. അതാണല്ലേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ. അതെ അതെ. അമ്മ എപ്പോഴാണ് ജനിച്ചത്? അമ്മ 1908 അമ്മയുടെ ജന്മം. എറണാകുളം ജില്ലയിൽ റാക്കാട് പള്ളിയിലാണ് അമ്മയുടെ മാമോദിസ നടന്നത്. മേക്കടമ്പ്, മൂവാറ്റുപുഴ അടുത്ത് മേക്കടമ്പിലാണ് അമ്മയുടെ ജന്മസ്ഥലം. അന്നൊക്കെ ഇതേപോലെ താലികളൊക്കെയാണ്. അമ്മയുടെ കല്യാണം കഴിച്ച 25 വയസ്സായപ്പോഴായിരുന്നു കല്യാണം നടന്നത്. അന്ന് അപ്പൻ ഇട്ട താലി തന്നെയാണ് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര വർഷമായി കല്യാണം? 12 - 25. ഞാനൊന്നും ചോദിച്ചില്ല. ശരിക്കും പണ്ട് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നേഴ്സസോ ഒന്നും ഇല്ലാത്ത ടൈമിൽ അമ്മ ഒരു പ്രതിഫലം ഇല്ലാണ്ട് വീട്ടിലൊക്കെ പോയി ഫ്രീ ആയിട്ട് ചികിത്സ നടത്തി കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളിയാണ് ശരിക്കും ഈ അമ്മ. ശരിക്കും അമ്മ ഡോക്ടേഴ്സും നേഴ്സസും ഒന്നും ഇല്ലാത്ത ടൈമിൽ കുറേ ചികിത്സകളൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു അമ്മേൻ്റെ തന്നെ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരുമോ? അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യകാലത്ത് ഇവിടെ ഡോക്ടറോ നേഴ്സോ ആരും ഇല്ലാത്തൊരു കാലമായിരുന്നു. അന്ന് ഈ പ്രസവത്തിന് ആശുപത്രികൾ ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് വീടുകളിൽ തന്നെയായിരുന്നു പ്രസവം നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഒരു നേഴ്സിൻ്റെ രീതി എന്ന് പറയാം. അമ്മേനെയാണ് ഇവിടെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അതിൽ
ജാതി മതമൊന്നും നോക്കിയല്ല അമ്മ പോകുന്നത്. അമ്മ അങ്ങനെയുള്ള കേസുകൾക്ക് പോകും. അതിൽ വേറെ ഒരു കംപ്ലൈൻറ്റ് സംഭവിച്ചില്ല. പിന്നെ അത് ഒന്നും പ്രതിഫലം പറ്റാറുമില്ല. ആ വീട്ടിൽ നിന്നൊരു ചായ പോലും കുടിക്കാറുമില്ല. ഒന്നും അറിയില്ല. എന്താ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാല ഈ വഴി ഇന്നെ പോകുന്നത് വൃക്ഷമാര്യ വഴിയാണ്. ഈ വഴിയിൽ പോകുന്നത് ജീവൻ പോയിടുമ്പോൾ ആശ്രയം ആരുള്ളൂ. ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ എല്ലാവർക്കും ഈ മറിയാമ്മച്ചേടത്തിനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും കഥ തീർന്നില്ല, ഒരു നൂറ്റാണ്ടിന്റെ കഥ ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ജനിക്കുമ്പം അമ്മക്ക് 100 വയസ്സായിരുന്നു. എനിക്ക് എന്തായാലും ഈ അമ്മനെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഉമ്മ ഞാൻ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക, എല്ലാം ചെയ്യുക. അപ്പം ബൈ. അല്ലേ മിടിക്കുക. എന്നെ ഇഷ്ടപ്പെട്ടോ അമ്മ? എന്നെ ഇഷ്ടപ്പെട്ടോ? ഓ അവളെ കണ്ടറിയാതെ ആ ദൈവം മക്കളെ കണ്ടറിയാതെ ദൈവമില്ലാത്ത മക്കളെ ഓ വായപ്പോൾ ശരി. പോയി കഴിഞ്ഞാൽ ദൈവമുള്ള മക്കളെ കണ്ടാ അറിയാം. താങ്ക് യു. എനിക്ക് അമ്മനെ നല്ല ഇഷ്ടപ്പെട്ടു.